നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. UK-യിൽ ജീവനക്കാരെ വെട്ടിക്കുറയ്ക്കാനുള്ള പദ്ധതിയുമായി കമ്പനികൾ. മലയാളികൾ ഉൾപ്പെടെ ചെറുകിട സ്ഥാപനങ്ങൾ ജോലി ചെയ്യുന്നവർക്ക് തിരിച്ചടിയായി ജീവനക്കാരുടെ എണ്ണം വെട്ടിക്കുറയ്ക്കുന്നതിനുള്ള നടപടികൾ കമ്പനി ആരംഭിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നു. നാഷണൽ ഇൻഷുറൻസിലും വേതനത്തിലും ഉണ്ടാകുന്ന വർധനവാണ് കമ്പനികളെ കടുത്ത നടപടിക്ക് പ്രേരിപ്പിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ചാർട്ടേഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പേഴ്സണൽ ആൻഡ് ഡെവലപ്മെന്റിനോട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളും സമാനമായ രീതിയിലാണ് നിലപാടുകൾ അറിയിച്ചത്. ഫെഡറേഷൻ ഓഫ് സ്മോൾ ബിസിനസ് നടത്തിയ പഠനത്തിലാണ് ഒട്ടേറെ UK മലയാളികളെയും വിദ്യാർത്ഥി വിസയിലെത്തിയവരെയും പ്രതികൂലമായി ബാധിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത്. തൊഴിലുടമകളുടെ ദേശീയ ഇൻഷുറൻസ് സംഭാവനകളിലേക്കുള്ള വർധനവും ഒക്ടോബറിലെ ബജറ്റിൽ പ്രഖ്യാപിച്ച ദേശീയ മിനിമം വേതനത്തിലെ വർധനവും ഏപ്രിൽ പ്രാബല്യത്തിൽ വരുന്നതാണ് ഇതിന് കാരണം. പുതിയ മാറ്റങ്ങൾ UK-യുടെ സമ്പദ് വ്യവസ്ഥയിൽ വൻ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. യുക്മ ഈസ്റ്റ് ആംഗ്ലിയ റീജിയന് നവനേതൃത്വം. യൂണിയൻ ഓഫ് UK മലയാളി അസോസിയേഷൻ ഈസ്റ്റ് ആംഗ്ലിയ റീജിയന്റെ അടുത്ത 2 വർഷത്തേക്കുള്ള ഭരണസമിതിയെ തിരഞ്ഞെടുത്തു. മുൻ റീജിയണൽ പ്രസിഡന്റ് ജെയ്സൺ ചാക്കോച്ചൻ യുക്മ ദേശീയ സമിതിയിലേക്കുള്ള പ്രതിനിധിയാവും. മുൻ സെക്രട്ടറി ജോബിൻ ജോർജ് പുതിയ ഭരണസമിതിയിൽ പ്രസിഡന്റായും ഭുവനേഷ് പീതാംബരൻ ജനറൽ സെക്രട്ടറിയായും ഷിൻഡോസ് കറിയ ട്രഷററായും തിരഞ്ഞെടുക്കപ്പെട്ടു. ഫെബ്രുവരി 15-ന് ചെംസ്ഫോർഡ് ലാങ്ടൺ സെന്ററിൽ കൂടിയ ഈസ്റ്റ് റീജിയണൽ മെമ്പർ അസോസിയേഷനുകളുടെ പ്രതിനിധികൾ ഉൾപ്പെട്ട ജനറൽ കൗൺസിൽ യോഗത്തിൽ വെച്ചാണ് നവസാരഥികളെ തിരഞ്ഞെടുത്തത്. യോഗത്തിൽ റീജിയണൽ പ്രസിഡന്റ് ജെയ്സൺ ചാക്കോച്ചൻ അധ്യക്ഷത വഹിച്ചു. ദേശീയ സമിതി അംഗം സണ്ണിമോൻ മത്തായി സ്വാഗതം ആശംസിച്ചു. വിജയകരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് കാലാവധി പൂർത്തിയാക്കി പോകുന്ന ഭരണസമിതി അധികാര കൈമാറ്റം നടത്തുകയും പുതിയ ഭരണ നേതൃത്വത്തെ അഭിനന്ദിക്കുകയും വിജയാശംസകൾ നേർന്ന് സംസാരിക്കുകയും ചെയ്തു. നന്ദി പ്രകടനത്തോടെ ഈസ്റ്റ് ആംഗ്ലിയ റീജിയണൽ പൊതുയോഗം സമാപിച്ചു. ഊർജ്ജ ബില്ലുകൾ പ്രതിവർഷം 85 പൗണ്ട് വർദ്ധിക്കുമെന്ന് സമീപകാല വിശകലനങ്ങൾ സൂചിപ്പിക്കുന്നു. കൺസൾട്ടൻസി സ്ഥാപനമായ ഇൻസൈറ്റിന്റെ റിപ്പോർട്ട് പ്രകാരം ഏപ്രിൽ മുതൽ ഗാർഹിക ഊർജ്ജ വിലയിൽ 5% വർധനവുണ്ടാകുമെന്നും ഇത് ഗാർഹിക ബില്ലുകളിൽ പ്രതിവർഷം 85 പൗണ്ട് വർധനവ് വരുത്തുമെന്നും പ്രവചിക്കപ്പെടുന്നു. ഏപ്രിൽ വാട്ടർ ടാക്സും കൗൺസിൽ ടാക്സും ഉൾപ്പെടെയുള്ള ബില്ലുകൾ വർദ്ധിക്കുന്നതിനൊപ്പം തന്നെ ഗ്യാസ്, ഇലക്ട്രിസിറ്റി എന്നിവയ്ക്ക് ഉയർന്ന വിലകൾ പ്രാബല്യത്തിൽ വരും. എന്നിരുന്നാലും മിനിമം വേതന നിലവാരവും ആനുകൂല്യങ്ങളും സംസ്ഥാന പെൻഷനും വർദ്ധിക്കും. ഡിഫോൾട്ട് വേരിയബിൾ താരിഫുള്ള 26 ദശലക്ഷം കുടുംബങ്ങളെ വിലപരിധി ബാധിക്കും. UK-യിൽ യൂണിവേഴ്സിറ്റി പ്രവേശനത്തിന് അപേക്ഷിക്കുന്ന 18 വയസ്സുള്ളവരുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധനവ്. യൂണിവേഴ്സിറ്റികളുടെയും കോളേജുകളുടെയും പ്രവേശനത്തിന്റെ സമീപകാല ഡേറ്റ സൂചിപ്പിക്കുന്നത് 2025 ജനുവരിയിലെ അവസാന തീയതി വരെ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കോളേജ് പ്രവേശനത്തിനായി അപേക്ഷിച്ച 18 വയസ്സുള്ള UK-യിലെ വിദ്യാർത്ഥികളുടെ എണ്ണം റെക്കോർഡായി എന്നാണ്. കഴിഞ്ഞ വർഷത്തെ പോയിന്റുമായി താരതമ്യം ചെയ്യുമ്പോൾ ആകെ അപേക്ഷിച്ചവരുടെ എണ്ണം 1% വർദ്ധിച്ചു. UK-യിലെ 18 വയസ്സുള്ള അപേക്ഷകരുടെ എണ്ണം 3,23,360-ലെത്തി. 2024 നിന്ന് 2.1% വർധനവാണിത്. എഞ്ചിനീയറിംഗ്, ടെക്നോളജി ബിരുദങ്ങളിലേക്കുള്ള അപേക്ഷകൾ ഗണ്യമായ വർധനവ് ഉണ്ടായതായി ഡേറ്റ വെളിപ്പെടുത്തുന്നു. എന്നാൽ നഴ്സിംഗിലും അധ്യാപനത്തിലും താൽപ്പര്യം കുറഞ്ഞു. പോർട്ട് ഡാൽബോട്ടിൽ പുതിയ ഇലക്ട്രിക് ആർക്ക് ഫർണസ് സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതികൾക്ക് ടാറ്റ സ്റ്റീലിന് അനുമതി ലഭിച്ചു. 2027 അവസാനത്തോടെ പ്രവർത്തനക്ഷമമാകുമെന്ന് പ്രതീക്ഷിക്കുന്ന 1.25 ബില്യൺ പൗണ്ടിന്റെ ഇലക്ട്രിക് ആർക്ക് ഫർണസ് നിർമ്മാണത്തിന് സൗത്ത് വെയിൽസിലെ പോർട്ട് ഡാൽബോട്ടിൽ അനുമതി ലഭിച്ചു. ചൊവ്വാഴ്ച നടന്ന യോഗത്തിലാണ് നീത്ത് പോർട്ട് ഡാൽബോട്ട് കൗൺസിലിന്റെ പ്ലാനിംഗ് കമ്മിറ്റി ഇത് അംഗീകരിച്ചത്. 2024 പ്ലാന്റ് അടച്ചുപൂട്ടിയതിനെ തുടർന്ന് 2800-ലധികം തൊഴിലാളികൾക്ക് ജോലി നഷ്ടമായിരുന്നു. ഈ പദ്ധതിക്ക് UK സർക്കാരിന്റെ 500 മില്യൺ പൗണ്ട് ധനസഹായവുമുണ്ട്. ഇലക്ട്രിക് ആർക്ക് ഫർണസ് എങ്ങനെ ഇരിക്കുമെന്ന് കാണിക്കുന്ന ഒരു അനിമേഷൻ ടാറ്റ സ്റ്റീൽ പുറത്തിറക്കി. നോർത്തേൺ അയർലൻഡിലെ പോലീസ് സർവീസിൽ ചേരാൻ ഏകദേശം 5000 അപേക്ഷകർ. 2025 ജനുവരി 22 മുതൽ ഫെബ്രുവരി 12 വരെ നടന്ന സ്റ്റുഡന്റ് ഓഫീസർ റിക്രൂട്ട്മെന്റ് ക്യാമ്പയിൻ അടുത്തിടെ പോലീസ് സർവീസ് ഓഫ് നോർത്തേൺ അയർലൻഡ് അവസാനിപ്പിച്ചു. ഈ കാലയളവിൽ ഏകദേശം 3500 അപേക്ഷകളാണ് ലഭിച്ചത്. ഏകദേശം 27% പേർ കത്തോലിക്കരാണ്. മുൻ ക്യാമ്പയിനുകളെ അപേക്ഷിച്ച് ഈ അപേക്ഷകളുടെ എണ്ണം കുറവാണ്. കത്തോലിക്ക അപേക്ഷകളുടെ എണ്ണം കുറയുന്നതിൽ ചീഫ് കോൺസ്റ്റബിൾ ജോൺ ബൗച്ചർ ആശങ്ക പ്രകടിപ്പിച്ചു. ഈ റിക്രൂട്ട്മെന്റ് ഡ്രൈവിൽ വിജയിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് 22 ആഴ്ചത്തെ പരിശീലന പരിപാടിയിൽ ചേരാം. നിയമനത്തിന് ശേഷം 34,000 പൗണ്ട് ശമ്പളം ലഭിക്കും. ഇതിൽ നോർത്തേൺ അയർലൻഡ് ട്രാൻസിഷണൽ അലവൻസും ഉൾപ്പെടുന്നു. നിലവിൽ ഇത് പ്രതിവർഷം 4,110 പൗണ്ടാണ്. 2 ഇന്ത്യക്കാർ ഉൾപ്പെടെ ഹെയർഫോർഡ്ഷെയറിൽ നടന്ന ഹോം ഓഫീസ് റെയ്ഡിൽ 9 പേർ അറസ്റ്റിൽ. നിയമവിരുദ്ധ തൊഴിൽ സ്ഥാപനങ്ങൾക്കെതിരെ അടുത്തിടെ നടത്തിയ കർശന നടപടിയിൽ ഹെയർഫോർഡ്ഷെയറിലെ 4 സ്ഥലങ്ങളിൽ നിന്നായി 9 പേരെ അറസ്റ്റ് ചെയ്തു. ലിയോ മിൻസ്റ്ററിലെ സദേൺ അവന്യൂവിലെ ഒരു സ്ഥലത്ത് നിയമപരമായ അനുമതിയില്ലാതെ താമസിക്കുകയും ജോലി ചെയ്യുകയും ചെയ്ത 4 ചൈനീസ് പൗരന്മാരെ കണ്ടെത്തി.
ലൈഡിൽ ഒരു നിർമ്മാണ സ്ഥലത്ത് വ്യാജരേഖകൾ കൈവശം വെച്ചുവെന്ന സംശയത്തിന്റെ പേരിൽ 2 ഇന്ത്യക്കാരെ അറസ്റ്റ് ചെയ്തു. ഇതിൽ തൊഴിലുടമകൾക്ക് പിഴ ചുമത്തുകയും അഗ്നിശമന സേന എൻഫോഴ്സ്മെന്റ് പേപ്പറുകൾ നൽകുകയും ചെയ്തു. അന്വേഷണങ്ങൾ തുടരുന്നതിനാൽ എല്ലാ തടവുകാരെയും ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റ് പ്രോസിക്യൂട്ട് ചെയ്ത് ജാമ്യത്തിൽ വിട്ടിട്ടുണ്ട്. കുടിയേറ്റ നിയന്ത്രണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി യുകെയിലുടനീളം ഏകദേശം 4000 നിയമവിരുദ്ധ തൊഴിലാളികളെ അറസ്റ്റ് ചെയ്തു. ആളില്ലാത്ത വീടുകൾ ലക്ഷ്യമിട്ടുള്ള മോഷണതന്ത്രങ്ങളെക്കുറിച്ച് പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു. വീടുകൾ ഒഴിഞ്ഞുകിടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ മോഷ്ടാക്കൾ വാതിൽ പടികളിൽ മണ്ണ് നിക്ഷേപിക്കാറുണ്ടെന്ന് മെട്രോപൊളിറ്റൻ പോലീസ് പറയുന്നു. ബിക്ലി, സൺറിഡ്ജ് പ്രദേശങ്ങളിൽ സമീപ ആഴ്ചകളിൽ നിരവധി മോഷണങ്ങൾ നടന്നിട്ടുണ്ടെന്ന് മെട്രോപൊളിറ്റൻ പോലീസ് പറഞ്ഞു. ഹാഫ് ടൈം അവധി സമയത്ത് ഹോളിഡേയ്സിനായി പോകുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. Q മലയാളം UK ന്യൂസ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫോളോ ചെയ്യുക.